നമസ്കാരം, STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒരാൾക്കെതിരെ പോലും CPM നടപടിയെടുക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പിണറായി സർക്കാർ കൊള്ളക്കാരെ സംരക്ഷിക്കുന്നു. CPM പക്ഷപാതികളായ രണ്ടുപേരെയാണ് ഇപ്പോൾ SIT-യിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം SIT-ക്ക് മേൽ ഉണ്ടെന്നും VD സതീശൻ. മെഡിസപ്പ് പ്രീമിയം വർധനവിനെതിരെ സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ട്രഷറർക്ക് മുന്നിൽ KSSB-യെ ധർണ. സർക്കാർ മെഡിസപ്പ് തുക വർദ്ധിപ്പിച്ചത് ഇൻഷുറൻസ് കമ്പനിയുടെ താൽപ്പര്യത്തിന് വഴങ്ങിയെന്ന് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് A. ബാലൻ. ഷൊർണൂർ ഗണേശഗിരിയിലെ KA സമാജം ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടാനുള്ള അധികൃതരുടെ നീക്കം വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞു. തപാൽ ഓഫീസ് നിലനിർത്തണമെന്ന് കൗൺസിലർ EP നന്ദകുമാർ. നഷ്ടത്തിലായ തപാൽ ഓഫീസ് അടച്ചുപൂട്ടുന്നത് കേന്ദ്ര സർക്കാർ ഉത്തരവ് പ്രകാരമെന്ന് അധികൃതരുടെ വിശദീകരണം. മാലിന്യത്തൊട്ടിയായി കോട്ടായി വയോജന പാർക്ക് മാലിന്യ നിക്ഷേപ കേന്ദ്രമായത് അധികൃതരുടെ അവഗണനയും അശ്രദ്ധയും മൂലമെന്ന് പരാതി. കോട്ടായി സെൻട്രൽ പാർക്ക് സ്ഥാപിച്ചത് കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് അനുവദിച്ച വൻ തുക ചിലവഴിച്ച്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒരാൾക്കെതിരെ പോലും CPM നടപടിയെടുക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കൊള്ളക്കാരെ പിണറായി സർക്കാർ സംരക്ഷിക്കുകയാണെന്നും VD സതീശൻ ആരോപിച്ചു. CPM പക്ഷപാതികളായ രണ്ടുപേരെയാണ് ഇപ്പോൾ SIT-യിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും പുതിയ നിയമനം കോടതി പുനഃപരിശോധിക്കണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം SIT-ക്ക് മേലുണ്ട്. കൂടുതൽ സ്വർണ്ണക്കൊള്ളയുടെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കോടതിക്ക് മുന്നിൽ ഈ വിവരങ്ങൾ വന്നില്ലെങ്കിൽ അയ്യപ്പന്റെ തങ്കവിഗ്രഹം പോലും അടിച്ചുമാറ്റിയേനെ. സ്വർണ്ണക്കൊള്ളയിൽ ഒരാൾക്കെതിരെ പോലും CPM നടപടിയെടുക്കാത്തത് ദുരൂഹമാണെന്നും കൊള്ളക്കാരെ സർക്കാർ സംരക്ഷിക്കുകയാണെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. അവരുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം, അവർ കോടതി നിയമിച്ച ആളുകൾ അവരെ സത്യസന്ധമായി അവരുടെ ജോലി ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സമ്മതിക്കുന്നില്ല. ഞങ്ങളിത് ആദ്യം മുതൽ പറയുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം കോടതി ശരിവെച്ചിട്ടുണ്ട്. ഇത് CPM നേതൃത്വത്തിന്റെ ആളുകളോട് കൂടി നമുക്കുണ്ടായാണ്. അതുകൊണ്ടാണ് ഈ അയ്യപ്പന്റെ സ്വന്തക്കാരെ ജയിലിൽ പോയാൽ ആരെങ്കിലും ഒരു സംരക്ഷിക്കുന്നു. അയ്യപ്പന്റെ സ്വന്തം അടിച്ചു മാറ്റിയിട്ട് ജയിലിൽ പോയി കിടക്കുന്നവർക്ക് ഒരു നടപടി പാർട്ടി നേതാക്കളാണ്. മറ്റത്തൂരിൽ ഒരു കോൺഗ്രസ് അംഗവും BJP-യിൽ ചേർന്നിട്ടില്ല. അവർ ഒരു സ്വതന്ത്രനെ പിന്തുണച്ചു. BJP-യും അവരെ പിന്തുണച്ചു. ഇതിനാണ് നടപടിയെടുത്തത്. ഇക്കാര്യം പാർട്ടി ചർച്ചയിലൂടെ പരിഹരിക്കും. പ്രവർത്തകർ BJP-യിൽ പോയി എന്നത് മുഖ്യമന്ത്രിയുടെ ആഗ്രഹം മാത്രമാണ്. കാളപെറ്റെന്ന് കേൾക്കുമ്പോൾ മുഖ്യമന്ത്രി കയറെടുക്കുന്നു. ഈ വിഷയത്തിലും കർണാടക വിഷയത്തിലുമൊക്കെ ഇതാണ് കണ്ടതെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. അവര് BJP പോയി മുഖ്യമന്ത്രിയുടെ ആഗ്രഹം. മുഖ്യമന്ത്രി കർണാടക സംഭവത്തിൽ പോയി കയറെടുത്തു. ഈ മറ്റപ്പുറ സംഭവത്തിൽ ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്താതെ സർക്കാർ മെഡിസപ്പ് തുക വർദ്ധിപ്പിച്ചത് ഇൻഷുറൻസ് കമ്പനിയുടെ താൽപ്പര്യത്തിന് വഴങ്ങിയാണെന്ന് KSSB-യെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് A. ബാലൻ. മെഡിസപ്പ് പ്രീമിയം വർദ്ധിപ്പിച്ചതിനും പെൻഷൻ പരിഷ്കരണം നടപ്പാക്കാത്തതിനുമെതിരെ പാലക്കാട് ജില്ലാ ട്രഷറിക്ക് മുന്നിൽ KSSB-യെ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു A. ബാലൻ. ജീവനക്കാരെയും പെൻഷൻകാരെയും ഇതുപോലെ അവഗണിച്ച സർക്കാർ മുമ്പ് ഉണ്ടായിട്ടില്ലെന്നും A. ബാലൻ കുറ്റപ്പെടുത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന സർക്കാരിനുള്ള മാർക്കായിരുന്നെന്നും C. ബാലൻ പറഞ്ഞു. കേരളത്തിലെ എല്ലാ ട്രഷറികൾക്ക് മുമ്പിലും KSSB-യെ എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനം, അതിൻ്റെ അംഗങ്ങൾ ഇത്തരത്തിലുള്ള പ്രതിഷേധ ധർണകളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ ധർണയ്ക്ക് ആധാരമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. പ്രധാനമായും മെഡിസപ്പിന്റെ പ്രീമിയം തുക വർദ്ധിപ്പിച്ചതിനെതിരെയാണ്. മെഡിസപ്പിന്റെ പ്രീമിയം തുക 810 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 500 രൂപ എന്നുള്ളത്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള പ്രീമിയം തുക ഒക്കെ വർദ്ധിപ്പിക്കുന്ന കാലഘട്ടത്തിൽ മുൻകാലങ്ങളിലുള്ളതിനേക്കാളും എന്തെങ്കിലും ഒരു മെച്ചം അല്ലെങ്കിൽ ഒരു ഗുണം ആ പദ്ധതിയിലുണ്ടായിരിക്കണം. പക്ഷെ
പക്ഷേ നമ്മൾ ആവശ്യപ്പെട്ട ഒരു കാര്യങ്ങളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താതെ ഏകപക്ഷീയമായി കേരളത്തിലെ സർക്കാർ പ്രീമിയം തുക വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രഫുൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ വി അച്യുതൻ, പി ഡി സുവർണൻ, പി എ ഇന്ദിര, അനന്തൻ മാസ്റ്റർ, ജമീല റഷീദ്, വി ആന്റണി, മജീദ്, മോഹൻകുമാർ, റഷീദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മെഡിസെപ്പ് പ്രീമിയം വർധനവിനെതിരെ ഷൊർണൂരിൽ KSSPA പ്രതിഷേധം. ഷൊർണൂർ സബ് ട്രഷറിക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് VP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മെഡിസെപ്പ് പ്രീമിയം തുക സംഘടനകളുമായി കൂടിയാലോചിക്കാതെ ഏകപക്ഷീയമായി വർദ്ധിപ്പിച്ചത് ഉടൻ പിൻവലിക്കുക, മെഡിസെപ്പിന് ഓപ്ഷൻ അനുവദിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KSSPA ഷൊർണൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഷൊർണൂർ സബ് ട്രഷറിക്ക് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചത്. അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് VP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും തുച്ഛമായി കിട്ടുന്ന പെൻഷനിൽ നിന്നും പ്രീമിയം എന്ന ഓമനപ്പേരിൽ തുക പിരിച്ചു. 500 രൂപ വെച്ച് പിരിച്ചു. ഒരു മാസം 6000 രൂപ ഒരു പെൻഷൻകാരനും അതുപോലെ തന്നെ സർവീസ് ജീവനക്കാരനും ഈ പ്രീമിയം ഇനത്തിലേക്ക് അടയ്ക്കുന്ന അവസ്ഥ വന്നു. അവരുടെ ശമ്പളത്തിൽ നിന്നും പെൻഷനിൽ നിന്നും പിടിക്കുന്ന അവസ്ഥ വന്നു. ഒരു വർഷം 6000 രൂപ. ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും പെൻഷൻകാരാണെങ്കിൽ അവരിൽ നിന്നും 12000 രൂപയുടെ ആനുകൂല്യങ്ങൾ ആ വർഷത്തോറും പിടിക്കുന്ന അവസ്ഥയിലേക്ക് സർക്കാർ മാറി. എന്നിട്ടോ ഏതെങ്കിലും നല്ല ആശുപത്രികൾ ഇതിന്റെ പാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും ആശുപത്രികളിൽ ഒരു ചികിത്സയുമായി പോയാൽ മുഴുവൻ അസുഖങ്ങൾക്കും ചികിത്സ ലഭ്യമാകുന്നുണ്ടോ? കണ്ണിന്റെ തിമിരത്തിന് ശസ്ത്രക്രിയ പോയാൽ 30,000 രൂപ ചെലവ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് 15,000 രൂപയാണ്. ഇത്തരത്തിൽ വികലമാക്കി നമ്മുടെ ഇൻഷുറൻസിനെ വികലമാക്കിയ ഒരു സർക്കാരാണ് ഇന്ന് മെഡിസിപ്പിന്റെ പേരിൽ ഈ മാസം മുതൽ 310 രൂപ, അതായത് ഒരു മെമ്പർ, ഒരു അംഗം 810 രൂപ ഈ മാസം മുതൽ അടയ്ക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുക. രാധാകൃഷ്ണദാസ്, G അജിത് കുമാർ, C വേലായുധൻ, K ശിവപ്രകാശൻ, V മുരളീധരൻ, NM പത്മനാഭൻ, PA മുംദാസ്, KT വേണുഗോപാലൻ, P ബാലേന്ദ്രൻ, രാമദാസ് പാലക്കോട്, E സുമാലിനി, M പരമേശ്വരനുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂർ ഗണേശഗിരിയിലെ KS സമാജം ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടാനുള്ള അധികൃതരുടെ നീക്കം വാർഡ് കൗൺസിലർ EP നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയായിരുന്നു അടച്ചുപൂട്ടാനുള്ള അധികൃതരുടെ നീക്കം തടഞ്ഞത്. നഷ്ടത്തിലായതിനാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഓർഡർ അനുസരിച്ചാണ് പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടുന്നതെന്നാണ് അധികൃതർ നൽകിയ വിശദീകരണം. ഒറ്റപ്പാലം പോസ്റ്റൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് കീഴിലെ 5 പോസ്റ്റ് ഓഫീസുകളാണ് അടച്ചുപൂട്ടുന്നത്. ഇതിൽ ഷൊർണൂർ ഡിവിഷന് കീഴിൽ പരുത്തിപ്പുറ പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടിയതിന് പിന്നാലെയാണ് പോസ്റ്റൽ അധികാരികൾ ഉച്ചയോടെ ഗണേശഗിരിയിലെ KS സമാജം ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടാനെത്തിയത്. ഒറ്റപ്പാലം പോസ്റ്റൽ ഹെഡ് ഓഫീസിന്റെ നിർദ്ദേശമനുസരിച്ച് പട്ടാമ്പി ഡിവിഷൻ പോസ്റ്റ് ഓഫീസിലെ അസിസ്റ്റന്റ് സൂപ്രണ്ടാണ് പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടാനെത്തിയത്. ഇതോടെ പ്രതിഷേധമുയർന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ RD ചേരാൻ വന്നപ്പോഴാണ് ഇത് RD ചേരാൻ പറ്റില്ല പറഞ്ഞത്. അവര് പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ ഇത്ര പേരും അവര് പറഞ്ഞിട്ടാണോ? അവര് പറഞ്ഞോ? അവര് പറഞ്ഞില്ലേ? അവര് പറഞ്ഞു. അല്ലാതെ നിങ്ങളിപ്പോ ഞാൻ അവിടെ ഒന്ന് പൂട്ടാനാണ്, ഇൻസ്പെക്ഷൻ എടുക്കാനാണ്. ഞങ്ങൾ രാവിലെ ഞങ്ങളുടെ ഇവിടെ ഉള്ള ഗണേശിയിലുള്ള ഈ താമസക്കാരോട് RD ചേരാൻ വന്നപ്പോ RD ചേരാൻ പറ്റില്ല എന്നും ഇവിടെ പൂട്ടി, ഇവിടെ പൂട്ടി എന്നും പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഈ നാട്ടുകാർക്ക് അറിയണ്ടേ ഒരു സ്ഥാപനം പൂട്ടുമ്പോ? ഞാൻ എന്റെ കാര്യം പറയട്ടെ. ഞാൻ അസിസ്റ്റന്റ് സൂപ്രണ്ട് പട്ടാമ്പിയാണ്. എന്റെ ജൂറിസ്ഡിക്ഷനുള്ള ഓഫീസല്ല ഇത്. ഇന്നലെ എനിക്ക് മെയിൽ കിട്ടി, ഇന്ന് ഇവിടെ അസിസ്റ്റ് ചെയ്യണം, പൂട്ടാൻ വേണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ഇവരുടെ നമ്പറും കിട്ടിയത്. ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞത്. ഞങ്ങൾ പോലീസിൽ പ്രൊട്ടസ്റ്റ് ചെയ്യാം, പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് ലെറ്റർ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ നേരിട്ട് ചെല്ലാൻ പറഞ്ഞു. പോലീസുകാരോട് പറയും, അവർ പ്രൊട്ടക്ഷൻ തരികയാണെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങളൊന്നും ചെയ്യില്ല, ഞാൻ തിരിച്ചു പോകും. വാർഡ് കൗൺസിലർ EP നന്ദകുമാറിന്റെ നേതൃത്വത്തിലുള്ള ജനങ്ങളാണ് പോസ്റ്റ് ഓഫീസ് പൂട്ടാനുള്ള അധികൃതരുടെ നീക്കം തടഞ്ഞത്. പിന്നീട് അല്പനേരം വാക്കേറ്റവും ഉണ്ടായി. 1 രൂപ പോലും വാടക വാങ്ങിക്കാതെയാണ് പോസ്റ്റ് ഓഫീസ് വർഷങ്ങളായി ഇവിടെ പ്രവർത്തിക്കുന്നതെന്നും ജനങ്ങളുടെ താൽപ്പര്യം കണക്കിലെടുത്ത് പോസ്റ്റ് ഓഫീസ് അടയ്ക്കാനുള്ള അധികൃതരുടെ നീക്കം അനുവദിക്കുന്നില്ലെന്നും EP നന്ദകുമാർ ഉദ്യോഗസ്ഥരെ അറിയിച്ചു. RD എടുക്കുന്നവരോട് പോലും വിവരം അറിയിക്കുകയോ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നോട്ടീസ് പതിക്കുകയോ പോലും ചെയ്യാതെയാണ് ആരും അറിയാതെ അധികാരികൾ പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടുന്ന നടപടിയെന്നും ഇത് അംഗീകരിക്കില്ലെന്നും EP നന്ദകുമാർ പറഞ്ഞു. അതേസമയം ഒറ്റപ്പാലം പോസ്റ്റൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ നിർദ്ദേശമനുസരിച്ചാണ് താൻ ഇവിടെ എത്തിയതെന്നും നഷ്ടത്തിലാണെന്ന കാരണത്താലാണ് ഈ പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടുന്നതെന്നും
ഇത്തരം പോസ്റ്റ് ഓഫീസുകൾ അടച്ചുപൂട്ടാൻ സെൻട്രൽ ഗവൺമെന്റിന്റെ ഓർഡർ ഉണ്ടെന്നും അസിസ്റ്റന്റ് സൂപ്രണ്ട് പ്രതിഷേധക്കാരെയും അറിയിച്ചു. പോസ്റ്റ് ഓഫീസിലെ RD ഇടപാടുകാരും KA സമാജം അധികാരികളും പ്രതിഷേധത്തിൽ പങ്കാളികളായി. എന്തുതന്നെയായാലും പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടാൻ അനുവദിക്കില്ലെന്ന ഉറച്ച തീരുമാനത്തിൽ ജനപ്രതിനിധി അടക്കമുള്ളവർ പ്രതിഷേധം അറിയിച്ചു. പ്രശ്നം രൂക്ഷമായതോടെ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഷൊർണൂർ പോലീസിനെ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അധികാരികൾ പോസ്റ്റ് ഓഫീസിലെത്തിയ ശേഷം പ്രതിഷേധക്കാരുമായി സംസാരിക്കുകയായിരുന്നു. തൽക്കാലം അടച്ചുപൂട്ടാനുള്ള നീക്കത്തിൽ നിന്നും പിന്മാറിയാണ് പോസ്റ്റൽ അധികാരികൾ മടങ്ങിയത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂർ ഗണേശഗിരിയിലെ KS സമാജം ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് നിലനിർത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടാനുള്ള നീക്കത്തിൽ നിന്നും അധികാരികൾ പിന്മാറണമെന്നും RDA ഇടപാടുകാരും നാട്ടുകാരും ഒന്നടങ്കം ആവശ്യപ്പെട്ടു. RD ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി വർഷങ്ങളായി തങ്ങൾ ഈ പോസ്റ്റ് ഓഫീസിനെയാണ് ആശ്രയിക്കുന്നത്. നിരവധി പേർ RD അടയ്ക്കുന്നുണ്ട്. ഈ പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടിയാൽ കൂടുതൽ ബുദ്ധിമുട്ടിലാവും. മറ്റു ദൂരെയുള്ള പോസ്റ്റ് ഓഫീസിനെ ആശ്രയിക്കാൻ കഴിയില്ലെന്നും ഈ പോസ്റ്റ് ഓഫീസ് ഒരു കാരണവശാലും അടച്ചുപൂട്ടാൻ അധികാരികളെ അനുവദിക്കില്ലെന്നും ഈ നീക്കത്തിൽ നിന്നും പിന്മാറണമെന്നും ED ഇടപാടുകാരും നാട്ടുകാരും ആവശ്യപ്പെട്ടു. സമാജത്തിന്റെ പോസ്റ്റ് ഓഫീസ് ആയതുകൊണ്ട് കൂടിയതാണ്. കഴിഞ്ഞിട്ട് രണ്ടാമത് കൂടിയ RD ആണിത്. ഇത് ഏകദേശം 2 വർഷത്തോളമായി. ഇതിപ്പോൾ നമുക്ക് അടയ്ക്കാൻ സൗകര്യം ഉണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മളിവിടെ ചേർന്നത്. അപ്പോൾ ഇത് കൂട്ടാന്ന് പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇത് അടയ്ക്കാനും ഇപ്പോൾ ഷൊർണൂർ കൊണ്ട് അടയ്ക്കാനൊക്കെ നമുക്കിത് ബുദ്ധിമുട്ടാണ്. RD ചേർന്ന വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ഈ പോസ്റ്റ് ഓഫീസിലാണ് പൈസ അടച്ചിരിക്കുന്നത്. 10-16,000 റുപ്യ കിടക്കുക പോസ്റ്റ് ഓഫീസിൽ. ഈ പൈസ കിട്ടണമെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഏത് പോസ്റ്റ് ഓഫീസിലാണ് പോകേണ്ടത്? ഈ പോസ്റ്റ് ഓഫീസ് പൂട്ടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ആരത്തി എന്ന് ചോദിക്കും. ഗണേശ്വരിയൊന്നും പോകാൻ പറ്റില്ല, ഷൊർണൂരും പോകാൻ പറ്റില്ല. ഈ പോസ്റ്റ് ഓഫീസിൽ നമ്മൾ പൈസ അടച്ചിട്ടുണ്ടെങ്കിൽ ഈ പോസ്റ്റ് ഓഫീസിൽ നിന്ന് തന്നെ വാങ്ങണം. 16,000 റുപ്യ തന്നിട്ട് അയാളെ വിടില്ല, അല്ലെങ്കിൽ അയാളുടെ കാറ് ഞാൻ തല്ലി വിളിക്കും. 2000 തരുന്നതിൽ 200 റുപ്യ പിടിക്കുക. ഇപ്പൊ എന്താ വേണ്ടത്? ഇതിവിടെ തന്നെ വേണം. ന്യൂസ് സെന്റർ ഷൊർണൂർ. പരിചരണക്കുറവ് കോട്ടായി വയോജന പാർക്ക് മാലിന്യ നിക്ഷേപ മേഖലയായി. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നും വൻ തുക ചെലവഴിച്ചാണ് കോട്ടായി സെൻട്രൽ വയോജന പാർക്ക് സ്ഥാപിച്ചത്. പാർക്ക് ആർക്കും ഉപകാരമില്ലാതെ നശിക്കുകയാണെന്നും ആരോപണമുയർന്നു. വൻ തുക ചെലവഴിച്ച് സ്ഥാപിച്ച കോട്ടായിലെ വയോജന പാർക്ക് ആവശ്യമായ ശ്രദ്ധയോ പരിചരണമോ ഇല്ലാത്തതിനാൽ മാലിന്യ നിക്ഷേപ മേഖലയായി. ചാക്കിൽ കെട്ടിയ മാലിന്യങ്ങൾ വ്യാപകമായി തള്ളിയിട്ടുണ്ട്. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നും വൻ തുക ചെലവഴിച്ചാണ് കോട്ടായി സെൻറ്ററിൽ വയോജന പാർക്ക് സ്ഥാപിച്ചത്. പാർക്കിനോടനുബന്ധിച്ച് ഷട്ടിൽ കോർട്ട് നിർമ്മിച്ചത് കോട്ടായി പഞ്ചായത്തിൻ്റെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ്. മലമ്പുഴ മെയിൻ കനാലിൻ്റെ പുറമ്പോക്ക് സ്ഥലത്താണ് വയോജന പാർക്കും ഷട്ടിൽ കോർട്ടും സ്ഥാപിച്ചിട്ടുള്ളത്. വയോജന പാർക്കും പരിസരവും മാലിന്യങ്ങൾ നിറഞ്ഞു കിടക്കുകയാണ്. ചാക്കിൽ കെട്ടിയ മാലിന്യങ്ങളും തള്ളിയിട്ടുണ്ട്. വൻതുക ചെലവഴിച്ച് നിർമ്മിച്ച വയോജന പാർക്ക് ആർക്കും ഉപകാരമില്ലാതെ നശിക്കുകയാണെന്ന ആരോപണവുമുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കാലങ്ങളായി തരിച്ചിട്ടിരുന്ന നെൽവയലിൽ കൃഷി ഇറക്കി മങ്കര കൃഷിഭവൻ. 15 ഏക്കർ തരിച്ചിട്ട നെൽവയലിലാണ് കൃഷിഭവന്റെ നേരിട്ട ഉത്തരവാദിത്തോടെ കൃഷി ഇറക്കിയിട്ടുള്ളത്. ഗെയിൽ വാതക പൈപ്പിൽ ലൈൻ നീട്ടലിന്റെ ഭാഗമായി 10 വർഷത്തോളമായി കൃഷി ഇറക്കാതെ കാട് മൂടിയ അവസ്ഥയിലായിരുന്നു ഇവിടുത്തെ നെൽപ്പാടകർ. 8 വർഷത്തിലധികമായി തരിച്ചു കിടക്കുന്ന നെൽകൃഷി ഭൂമി വീണ്ടും കൃഷിയോഗ്യമാക്കി ഒരു നടീലയജ്ഞം പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കാർഷിക മേഖല വളരെ പ്രതിസന്ധി ഘട്ടത്തിലൂടെ പോവുകയാണെങ്കിലും ഇത്തരം ഒരു പ്രവൃത്തി കൃഷിഭവനെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. മാത്രമല്ല ആത്മാ പദ്ധതിയും കൂടി ഇതിന് നേതൃത്വം വഹിക്കുന്നുണ്ട്. മങ്കര ഉക്കാരിക്കോട് ഓരാമുള്ളി പാടശേഖരത്തിന്റെ 15 ഏക്കർ തരിച്ചിട്ട നെൽവയലിലാണ് മങ്കരയിലെ കൃഷി വകുപ്പ് നേരിട്ട് കൃഷിയിറക്കി മാതൃകയായത്. ഗെയിൽ വാതക പൈപ്പ് നീട്ടുന്നതിന്റെ ഭാഗമായി 15 ഏക്കർ നെൽകൃഷി 10 വർഷത്തോളമായി തരിച്ചിട്ട് കാടുമൂടിയ നിലയിലായിരുന്നു. ഇതോടെ നെൽപ്പാടങ്ങൾ കൃഷിക്ക് ഉപയോഗപ്പെടുത്താൻ പോലും പറ്റാത്ത അവസ്ഥയിലായതിനെ തുടർന്നാണ് മങ്കര കൃഷിഭവന്റെ നേതൃത്വത്തിൽ കൃഷിയിറക്കാൻ തയ്യാറായത്. 130 ദിവസം പ്രായത്തിൽ കൊയ്തെടുക്കാവുന്ന ഉമ, കാഞ്ചന എന്നീ വിത്തുകളാണ് കൃഷിയിറക്കിയത്. മങ്കര കൃഷിഭവന്റെ നേതൃത്വത്തിൽ മങ്കര കാർഷിക കർമ്മസേനകളാണ് പ്രവർത്തികൾ ഏറ്റെടുത്ത് ചെയ്യുന്നത്. സർക്കാരിന്റെ സുസ്ഥിര നെൽകൃഷി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കൃഷിയിറക്കിയതെന്ന് കൃഷി ഓഫീസർ C. മുകുന്ദകുമാർ പറഞ്ഞു. കൃഷിഭവൻ സംഘടിപ്പിച്ച നടീൽ ഉത്സവം മങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് KA വിനീത ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KR ഷാജീവ് അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ പദ്ധതി വിശദീകരിച്ചു. പാടശേഖര സമിതി ഭാരവാഹികളായ ശിവകുമാർ വർമ്മ, വത്സകുമാർ, പഞ്ചായത്ത് അംഗം ഗ്രീഷ്മ, കൃഷി അസിസ്റ്റന്റ് ദേവദാസ്, കർമ്മസേന സൂപ്പർവൈസർ C. സരിത, വിവിധ പാടശേഖര സമിതി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. ഏകദേശം 4.25 ലക്ഷം രൂപ ചെലവിലാണ് കൃഷി ഇറക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂർ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മണ്ണൂർ പഞ്ചായത്തിലെ നിർധന കുടുംബങ്ങൾക്ക് പുതുവർഷ കോടി വിതരണം ചെയ്തു. കോട്ടായി റിട്ടയർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കൃഷ്ണലീല ഉദ്ഘാടനം ചെയ്തു.
ഒട്ടനവധി സാമൂഹ്യ സാംസ്കാരിക കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് നന്മ അതിൻ്റെ ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വെറും കാരുണ്യ പ്രവർത്തനങ്ങൾ മാത്രമല്ല, ഒട്ടനവധി വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനം ഏറ്റവും അർഹരായ കൈകളിൽ ആ സഹായഹസ്തം ഏൽപ്പിക്കുക എന്നുള്ളതാണ്. ഒരു കൈത്താങ്ങായിട്ട് ഈ പ്രദേശത്തിലെ വൃക്കരോഗികൾക്കും ഹൃദ്രോഗികൾക്കും പക്ഷാഘാതം പിടിപെട്ടവർക്കും ക്യാൻസർ രോഗികൾക്കെല്ലാം അവരുടെ ഏറ്റവും അത്യാസന്ന സാഹചര്യത്തിൽ സഹായം കൊടുത്തുകൊണ്ട്, ആംബുലൻസ് സേവനം നടത്തിക്കൊണ്ട്, മരുന്ന് വാങ്ങിച്ചു കൊടുത്തുകൊണ്ട്, രോഗികളെ ആശുപത്രിയിൽ എത്തിച്ചുകൊണ്ട്, നടക്കാൻ കഴിയാത്തവർക്ക് ഒരു താങ്ങായി വീൽ ചെയർ തുടങ്ങിയ സഹായം ചെയ്തുകൊണ്ട്, അങ്ങനെ എണ്ണി പറയുകയാണെങ്കിൽ ഈ ദിവസം മുഴുവൻ വേണ്ടിവരും. അത്രമാത്രം നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളിലൂടെയാണ് നന്മ മുന്നോട്ട് പോകുന്നത്. ട്രസ്റ്റ് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. MC വാസു മാസ്റ്റർ, N തങ്കപ്പൻ, രക്ഷാധികാരി കെ ബാലകൃഷ്ണൻ, M ജയകൃഷ്ണൻ, KV ദാസൻ, K വാസുദേവൻ, AP ഉണ്ണികൃഷ്ണൻ, P രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. 200 പേർക്കാണ് പുതുവർഷ കോടി വിതരണം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഒറ്റപ്പാലം താലൂക്ക് പ്രസ് ക്ലബിൽ ന്യൂ ഇയർ ആഘോഷിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഫിറോസ് കെ പടിഞ്ഞാർക്കര ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് M സനോജ്, സെക്രട്ടറി K രാഗേഷ്, അബ്ദുൽ ഷെരീഫ്, സജിൻ എന്നിവർ സംസാരിച്ചു. വാരണാസി അറബി കലാസമിതി ആൻഡ് ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ പുതുവത്സരാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ അറബി ഗ്രന്ഥശാല പ്രസിഡന്റ് CP രാമൻ അധ്യക്ഷത വഹിച്ചു. അറബി കലാസമിതിയിലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നുവരികയും നിലവിൽ വാർഡ് മെമ്പറും ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ PP വിജയനെ V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പൊന്നാട അണിയിച്ച് അനുമോദിച്ചു. J പാർത്ഥസാരഥി, സത്യനാഥൻ മാസ്റ്റർ, ദീപ ടീച്ചർ, കുമാരി ദേവിക എന്നിവർ സംസാരിച്ചു. അറബി കലാസമിതി സെക്രട്ടറി രാജേഷ് സ്വാഗതവും അറബി കലാസമിതി പ്രസിഡന്റ് V രമേശ് നന്ദിയും പറഞ്ഞു. തുടർന്ന് വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ ചെറുതുരുത്തി റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. ചടങ്ങിൽ സാംസ്കാരിക രംഗത്തെ മികച്ച സേവനത്തിനുള്ള അവാർഡ് ചെറുതുരുത്തി റിവർ ട്രീറ്റ് MD തിലകൻ ഉള്ളാട്ടിന് സമ്മാനിച്ചു. റോട്ടറി ഒരുപാട് വർഷങ്ങളായിട്ട് വളരെ നല്ല രീതിയിൽ സേവനം അനുഷ്ഠിച്ചു വരുന്ന ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. റോട്ടറി ഷൊർണൂരിൻ്റെ ചരിത്രവും ഏകദേശം അങ്ങനെ തന്നെയാണ്. വളരെ പ്രഗത്ഭന്മാരായ ഒരുപാട് സാരഥികളുണ്ടായിരുന്ന, അല്ലെങ്കിൽ സാരഥികൾ നയിച്ച, അവരുടെ കഴിവുകളെല്ലാം നന്നായി പ്രകടിപ്പിച്ച കുറേ വർഷങ്ങളാണ് റോട്ടറിയുടെ ചരിത്രത്തിൽ, റോട്ടറി ഷൊർണൂരിൻ്റെ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ പൂർവ്വസൂരികളുടെ മുന്നിൽ പ്രത്യേകിച്ചൊന്നും ചെയ്തതായിട്ട് ഞാൻ കരുതുന്നില്ല. അഥവാ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഷൊർണൂർ റോട്ടറിയിലെ എല്ലാ മെമ്പേഴ്സിൻ്റെയും, വളരെ ആക്റ്റീവായിട്ട് നിന്ന കുറേ മെമ്പേഴ്സിൻ്റെയും ഒക്കെ കഴിവ് കൊണ്ട് മാത്രമാണ് സാധിക്കാൻ കഴിഞ്ഞത് എന്ന് ഞാൻ കരുതുന്നു. ഷൊർണൂർ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ CR കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ AK ഹരീന്ദ്രനാഥ്, GR സന്ധ്യ മന്നത്ത്, വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി ജിഷ് പ്രകാശ്, ജോയിന്റ് സെക്രട്ടറി രാമു ചാത്തനാത്ത്, പ്രോഗ്രാം റോട്ടേറിയൻ KP രാജേഷ്, CP ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. പ്രോഗ്രാം ചെയർമാൻ NP കൃഷ്ണകുമാർ സ്വാഗതവും ട്രഷറർ N പുഷ്പരാജ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒരാൾക്കെതിരെ പോലും CPM നടപടിയെടുക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പിണറായി സർക്കാർ കൊള്ളക്കാരെ സംരക്ഷിക്കുന്നു. CPM പക്ഷപാതികളായ 2 പേരെയാണ് ഇപ്പോൾ SIT-യിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം SIT-ക്ക് മേൽ ഉണ്ടെന്നും VD സതീശൻ.
മെഡിസപ്പ് പ്രീമിയം വർധനവിനെതിരെ സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് അസോസിയേഷൻ കർഷകർക്ക് മുന്നിൽ KSSBയെ ധർണ. സർക്കാർ മെഡിസപ്പ് തുക വർദ്ധിപ്പിച്ചത് ഇൻഷുറൻസ് കമ്പനിയുടെ താൽപ്പര്യത്തിന് വഴങ്ങിയെന്ന് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് A. ബാലൻ. ഷൊർണൂർ ഗണേശഗിരിയിലെ KA സമാജം ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടാനുള്ള അധികൃതരുടെ നീക്കം വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞു. തപാൽ ഓഫീസ് നിലനിർത്തണമെന്ന് കൗൺസിലർ EP നന്ദകുമാർ. നഷ്ടത്തിലായ തപാൽ ഓഫീസ് അടച്ചുപൂട്ടുന്നത് കേന്ദ്ര സർക്കാർ ഉത്തരവ് പ്രകാരമെന്ന് അധികൃതരുടെ വിശദീകരണം. മാലിന്യത്തൊട്ടിയായി കോട്ടായി വയോജന പാർക്ക്. പാർക്ക് മാലിന്യ നിക്ഷേപ കേന്ദ്രമായത് അധികൃതരുടെ അവഗണനയും അശ്രദ്ധയും മൂലമെന്ന് പരാതി. കോട്ടായി സെൻട്രൽ പാർക്ക് സ്ഥാപിച്ചത് കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് അനുവദിച്ച വൻ തുക ചിലവഴിച്ച്. ഇതോടുകൂടി വാർത്ത ബുള്ളറ്റിൻ സമാപിക്കുന്നത്. നന്ദി, നമസ്കാരം.